ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റർ ബോയ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തുടക്കം തന്നെ ഇന്നലെ നമ്മൾ പെയിൻ്റ് അടിച്ചില്ലേ, ആ പെയിൻറ്റ് ഏതാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ മെയിനായിട്ട് നമ്മുടെ വൈറ്റ് പെയിൻ്റാണ് കേട്ടോ, തീർന്നിട്ടൊന്നുമില്ല. 130 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫോം ഷീറ്റ് നല്ല അടിപൊളിയായിട്ട് പിടിക്കുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും. അതേപോലെ തന്നെ ബ്ലാക്ക് നല്ല അടിപൊളി പെയിൻ്റാണ്, 130 തന്നെയാണ്. ഇത് ബ്ലാക്ക്, അത് വൈറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ പശ വാങ്ങി കേട്ടോ. 40 രൂപയ്ക്ക് ഇത് നല്ല അടിപൊളി പശയാണ്. 40 രൂപയ്ക്ക് ഇത് നല്ല അടിപൊളി പശയാണ്. പിന്നെ നമ്മളിതാ ടയർ ഉണ്ടാക്കി കേട്ടോ. അത് 6 ലെയറാണുള്ളത്. ഒരു ലെയർ മാത്രമേ ഇതേപോലെ ഫുള്ളായിട്ടുള്ളത്, ബാക്കി 5 ലെയറും ഇതേപോലെ ഹോൾ ഇട്ടെടുക്കണം. അങ്ങനെ 4 ലെയറാണ് ഞാൻ ഉണ്ടാക്കിയത്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതേപോലെ 3 എണ്ണം വേണം കേട്ടോ. 3 ഐസ്ക്രീം സ്റ്റിക്ക്, ഒരെണ്ണം അതിനകത്ത് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരെണ്ണം വെച്ച്, ഇത് നീളമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരെണ്ണം വെച്ച് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചിട്ട് കാണാം. മൊത്തത്തിൽ ഒട്ടിക്കണ്ട കേട്ടോ, അതൊരു ഇത്രയും മതി. ഒട്ടിച്ചിട്ട് കാണാം. ഞാൻ എന്താ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി പേപ്പറൊക്കെ വെച്ച് നല്ല ബലത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഹോളിട്ട ടയർ അതിൻ്റെ അപ്പുറത്തോട്ട് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ വെച്ചെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് കളയണം. അവിടെ നിന്ന് വണ്ടിയുടെ സൈസ് വെച്ചിട്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കാണാം. ഇനി ഈ കാർഡ്ബോർഡ് വെച്ച് ഇതേപോലെ ഒരു സ്ട്രോ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമ്മുടെ ഈ സ്ട്രോ ഈ കമ്പിനകത്തൂടെ നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നോ നോക്കണം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. കൂടെ വെച്ച് ഒട്ടിക്കുക. ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കറങ്ങും. ഇനി നമുക്കിത് വണ്ടിയിലോട്ടൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേ കറങ്ങുന്നു. വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് അടിയിൽ. ഇനി ഫ്രണ്ട് ടയറിൻ്റെ ചെയ്യാം. സെയിം മെത്തേഡ് തന്നെയാണ്. ഇതേപോലെ മറ്റേത് ജോയിൻ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇതും ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോം ഷീറ്റ് ഇത് ഇങ്ങനെ കൊടുക്കുക. അതിൻ്റെ മണ്ടയിൽ ടയർ ഇങ്ങനെ സെറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈഡ്സ്. അങ്ങനെ ഏകദേശം നമ്മളെ ഇന്നവിടെ പണിയില്ലാൻ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഇന്നോവ മേക്കിംഗ് പാർട്ട് 7 ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വീഡിയോ. ബൈ.